ഒട്ടും സൗകര്യമില്ലാത്ത ഒരു മലയോര ഗ്രാമത്തിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് മറിയം ഡോക്ടറുടെ ആദ്യത്തെ അപ്പോയിൻമെന്റ്. അന്നേ ദിവസം ഡോക്ടറുടെ ബർത്ത്ഡേ കൂടിയാണ്. ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകളും സീനിയർ ഡോക്ടർമാരും മറിയം ഡോക്ടറെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നു. കൊറോണ വന്നാലും നിപ്പ വന്നാലും തൻ്റെ അടുത്തെത്തുന്ന ഓരോ രോഗികളെയും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പരിപാലിക്കുന്ന ഈ സമൂഹത്തിലെ ഓരോ ഡോക്ടർമാരും നഴ്സുമാരും നമുക്ക് ഭൂമിയിലെ മാലാഖമാരാണ്. നാടകം തുടർന്ന് കാണുക. ഭൂമിയിലെ മാലാഖമാർ. ആദ്യമായി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്വാഗത പ്രസംഗത്തിനായി സീനിയർ ഡോക്ടർ ഫിലിപ്പ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ആദ്യമായി മറിയം ഡോക്ടറെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാസങ്ങളായി ഒഴിഞ്ഞു കിടക്കുന്ന ഒഴിവിലേക്കാണ് ഡോക്ടർ വന്നിരിക്കുന്നത്. കൂടുതലായി ഡോക്ടറെ കുറിച്ച് ഡോക്ടർ തന്നെ നിങ്ങളോട് പറയും. നല്ലവരായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദി. ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും. പിന്നെ നല്ലവരായ നാട്ടുകാരും ഇടവകപ്പള്ളിയിലെ അച്ഛനും കൂടിയാണ് ഡോക്ടറിന് പഠിക്കാനുള്ള പണം വെച്ചത്. ഡോക്ടർക്ക് ഞങ്ങളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടറുടെ അപ്പച്ചനും അമ്മച്ചിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറിയം ഡോക്ടറുടെ അപ്പച്ചൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. ട്രേസിക്കും എനിക്കും ആകെയുള്ള മോളാണ് മറിയം. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ വളർന്നത്. വിശപ്പ് ഉറക്കമില്ലായ്മയും സൗകര്യക്കുറവിലുമാണ് എൻ്റെ മോൾ പഠിച്ചത്. നാട്ടുകാരും പള്ളിക്കാരും പണം പിരിച്ചാണ് അവളെ എന്തൊരു ഡോക്ടറാക്കിയത്. ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഏൽപ്പിക്കുക സാറേ. ഇനി നമുക്ക് കേക്ക് മുറിച്ച് മറിയം ഡോക്ടറുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. അതിനായി മറിയം ഡോക്ടറെ ക്ഷണിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡോക്ടർ ആൻഡി. ഇതാരാ? ഞാനാ ലിലി മോള്. എന്താ നേരത്തെ വരാഞ്ഞ്? സെലിബ്രേഷൻ സമയത്ത് മോളെ കണ്ടില്ലല്ലോ. അതെ, ഞാൻ ഉറങ്ങിപ്പോയി. നെഞ്ചുവേദന വരുമ്പോ നഴ്സ് ആൻഡി എനിക്ക് ഇഞ്ചക്ഷൻ തരും, പിന്നെ ഞാൻ ഉറങ്ങിപ്പോവും. ഇപ്പോ മോൾക്ക് വേദനയുണ്ടോ? എന്താ ലീലി മോളെ, ഒന്ന് ഉറങ്ങിക്കൂടെ? ഇഞ്ചക്ഷൻ എടുത്തതല്ലേ? ഡോക്ടർക്ക് അറിയോ കുട്ടിക്ക് ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളതാണ്. അപ്പോ കുട്ടിയുടെ പേരൻസോ? കുട്ടിയുടെ അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛനാണെങ്കിൽ കാലിന് സുഖമില്ലാത്തതും. ഒരു ഡോണറെ കണ്ടെത്തി ചികിത്സിക്കാനുള്ള പണമൊന്നും അവർക്കില്ല. പോരാത്തതിന് കുട്ടിയുടെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനുമാണ്. എന്തൊരു വിധിയാണല്ലേ. അതെ, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടി ഒന്ന് നോക്കണം പ്ലീസ്. അത് കുഴപ്പമില്ല. എന്താ പെട്ടെന്നൊരു അഡ്ജസ്റ്റ്മെന്റ്? അതെ, ഹസ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നില്ല. ഇപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾക്കൊരുമിച്ച് ലീവ് കിട്ടാറേ ഇല്ല. കണ്ടിട്ട് തന്നെ ഒത്തിരി നാളായി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ഡോക്ടർ. ഓക്കെ നടക്കട്ടെ. മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഡോക്ടർ ആൻഡി. ഗുഡ് നൈറ്റ് മോളെ. ഇപ്പോ മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? മോൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ. കുറച്ചു നേരം കൂടി ഡോക്ടർ ആൻഡിയുടെ കൂടെ ഇരുന്നോട്ടെ. എന്നാ പിന്നെ മോളെ ഇവിടെ ഇരിക്കുക. മോൾക്ക് പൂക്കൾ ഇഷ്ടമാണോ? എനിക്ക് പൂക്കൾ ഒത്തിരി ഇഷ്ടമാണ്. അതിൽ തേൻ കുടിക്കാൻ വരുന്ന തുമ്പികളും ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ പൂക്കൾ കുറവാ. ഒരു ദിവസം നിറയെ പൂക്കളും നിറയെ തുമ്പികളുമുള്ള ഒരു പാർക്കിൽ പോകാം. നേരാണോ ആൻഡി?
എന്നെ പറഞ്ഞു പറ്റിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ പോകും, പ്രോമിസ്. ഇപ്പൊ ആന്റിയുടെ മോള് പോയി കിടക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്താ ആന്റി, മോളെ ഇഷ്ടമല്ല? ആന്റിക്ക് മോളെ ഒത്തിരി ഇഷ്ടമായി. മോളെ ആന്റിയുടെ എവിടെയാ വെച്ചിരിക്കുന്നത്? ആന്റിയുടെ മോള് ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കും. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ് മോളെ. അറിയില്ല ഡോക്ടറെ, ഇവ മദ്യപിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളും അതേ വിലങ്ങും കഴിക്കുക. ഞാൻ മുറിവൊന്നും ക്ലീൻ ചെയ്തിട്ട്. ഇവന് നീ ആവശ്യമില്ല ഡോക്ടറെ. അടങ്ങിയില്ല അവിടെ. നിങ്ങൾ പറയുന്ന കേൾക്ക. എന്നാ അഴിച്ചു കൊടുക്കും സാറേ. എന്ത് വേണമെങ്കിലും ആയിക്കോ ഡോക്ടറെ. ഞാൻ ഡ്രസ്സിംഗ് റൂം തന്നിട്ട് വരാം. അയ്യോ, ചതിച്ചല്ലോടെ മഹാഭാവി. പിടിച്ചു മാറ്റി സാറേ. സിസ്റ്ററെ, നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ. മോളെ പറയാൻ കണ്ണു തുറക്ക്. അറ്റൻഡൻസ് സ്ട്രക്ചർ. എന്താ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർക്ക് സീരിയസ് ആണെന്നാ പറഞ്ഞേ. തലയ്ക്ക് അടിയിട്ടിരിക്കുന്നത്. സോറി, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. നമുക്കിനി മറിയം ഡോക്ടറെ ഭരണത്തിലേക്ക് വിടാനും ഓൾറെഡി ബ്രെയിൻഡത്താണ്. ഇനി നമുക്ക് ഒന്നേ ചെയ്യാൻ കഴിയും. ഡോക്ടറുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാം. എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അപ്പച്ചനും അമ്മച്ചിയും വിവരം. ഹലോ സാറേ, ആ അടിയും കൂട്ടി ബ്രെയിൻഡത്തായി. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞോ? അതെ, നമുക്ക് ഓർഗൻ ഡൊണേഷനിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. പേപ്പർ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ സാർ, ശരി ശരി. പിന്നെ ട്രാഫിക് ക്ലിയറൻസോ? നമുക്ക് ട്രാഫിക് ക്ലിയറൻസ് വേണ്ടി വരും. ശരി സാർ, ഓക്കെ ഓക്കെ. വർഷങ്ങൾക്ക് ശേഷം അപ്പച്ചാ, ആരാ? അപ്പച്ചാ, ഞാനാ ലില്ലി മോൾ. ഇന്ന് ഞാൻ ഡ്യൂട്ടിയിൽ ആദ്യമായി പ്രവേശിക്കുക. അപ്പച്ചൻ എന്നെ അനുഗ്രഹിക്കണം. വൻഫിൽ മോൾക്ക് അപ്പച്ചൻ്റെയും മറിയമ്മോളുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. മറിയമ്മോൾ എപ്പോഴും മോളുടെ കൂടെയല്ലേ? അതെ അപ്പച്ച, ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് ഡോക്ടർ ആൻറ്റിയാണ്. മറിയാൻറ്റിയുടെ ഹൃദയത്തിലൂടെയല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ അപ്പച്ച. മറിയമ്മോൾക്കായിരിക്കും മോളൊരു ഡോക്ടറായതിൽ ഏറ്റവും സന്തോഷം. എപ്പോഴും പറയുമായിരുന്നു, പാവങ്ങളുടെ ഡോക്ടറായിരിക്കും ഞാനെന്ന്. എല്ലാം ആ മഹാഭാവി നശിപ്പിച്ചില്ലേ എന്റെ കർത്താവ്. എന്റെ കുഞ്ഞ് എന്ത് പാവം ചെയ്തിട്ടാണ് അപ്പച്ച, മറിയാൻറ്റിയുടെ ആഗ്രഹം പോലെ ഞാനും അവശത അനുഭവിക്കുന്നവരുടെ ഡോക്ടറായിരിക്കും. എന്നെയും അപ്പച്ചൻ്റെ മറിയമ്മളായി കണ്ടൂടെ? എന്റെ പൊന്നു പോലെ അപ്പത്തിന് സന്തോഷമായി. ഡോക്ടറിന് പഠിപ്പിക്ക് പണമില്ലാത്തതിനാൽ കന്യാസ്ത്രീയാക്കാമെന്ന് അവരുടെ അമ്മച്ചി പറഞ്ഞത്. നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് നാട്ടുകാരും ഇടവകപ്പള്ളിയിലെ അച്ഛനും കൂടി പണം പിരിച്ചാണ് എന്റെ കൊച്ചിനെ ഡോക്ടറാക്കിയത്. ഒടുവിൽ അവളുടെ അമ്മച്ചി പറഞ്ഞതുപോലെ കർത്താവിന്റെ മണവാട്ടിയായി എന്റെ കുഞ്ഞു പോയി. ഒടുവിൽ ത്രേസ്യയും പോയി. ഭാവിയായ ഞാൻ ഈ ലോകത്ത് തനിച്ചു നിങ്ങൾക്കറിയാതെ അപ്പച്ച, മറിയാൻറ്റിക്ക് വിഷമാകും. അപ്പച്ചൻ്റെ മറിയമ്മോളായി ഇന്നും ഞാൻ കൂടെ ഉണ്ടാവും. അത് മതി മോളെ. അപ്പച്ചന് സന്തോഷമായി. ഇല്ല ഇല്ല, ഇനി അപ്പച്ചൻ കരയില്ല. നമുക്ക് മോളുടെ ആന്റിയുടെ ആത്മാവിനെ
നിത്യശാന്തിക്കില്ല. പ്രാർത്ഥിക്കാം പോലെ എന്റെ കർത്താവേ. പുഷ്പങ്ങളും പൂമ്പാറ്റകളും ഒരിക്കലും അകന്നു പോകുന്നില്ല. ചില വാക്കുകൾ ഹൃദയം കൊണ്ട് പറയുന്നു. ഹൃദയം കൊണ്ട് പറയുന്ന വാക്കുകൾ എന്നും നിലനിൽക്കുന്നു.